ആക്ഷൻ പറഞ്ഞാൽ അഭിനയിച്ചു തുടങ്ങണം, കട്ട് പറഞ്ഞാൽ നിർത്തണം. ഇതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ആണല്ലേ? എന്നാൽ തെറ്റി. ആക്ഷൻ കട്ടിന് വേണ്ടിയുള്ള ആ ഒരു സൈലൻസിലാണ് സിനിമ ജനിക്കുന്നത്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ആക്ഷൻ പറയുന്നതിന് തൊട്ട് മുന്നേ വരെ ഫോണിൽ നോക്കിയിരുന്ന ആക്ഷൻ പറഞ്ഞാൽ പെട്ടെന്ന് കരയുന്ന ആക്ടേഴ്സിനെ. അവർ ക്രാഫ്റ്റ് ഉണ്ട്, പക്ഷെ സോളില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. ഇപ്പോൾ ലാൽ ബാഗ്, പൈസ, ബട്ടർഫ്ലൈ ഗേളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചില ആക്ടേഴ്സ് ഷൂട്ട് കഴിഞ്ഞാലും ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഒട്ടുതന്നെ മാറില്ല. ബട്ടർഫ്ലൈ ഗേളിൽ ധന്യ ക്യാരക്ടർ ചെയ്ത ശ്രീധന്യ ഇത്തരം ചില അവസ്ഥകൾ കൊടുത്തതിന് ഞാൻ വിറ്റ്നസ്സാണ്. ആ ഒരു ഇൻ ബിറ്റ്വീൻ മൊമെൻറ്റിൽ കിട്ടുന്ന ചില എക്സ്പ്രഷനുകൾ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതായിരിക്കും. പലപ്പോഴും എൻ്റെ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് ഷോട്ട്സ് ഇങ്ങനെയുള്ള കട്ടുകൾക്ക് ശേഷമോ ആക്ഷൻ തൊട്ട് മുന്നേ കിട്ടിയതൊക്കെയാണ്. അതുകൊണ്ട് ആക്ഷൻ കാത്തിരിക്കരുത്. ഷോട്ടിന് റേയിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ക്യാരക്ടറാണ്. കട്ട് പറഞ്ഞാലും ആ മൂഡ് പെട്ടെന്ന് കളയരുത്. ആ കട്ടുകൾക്കിടയിലാണ് ഡയറക്ടർ നിങ്ങളുടെ ആ ഒരു മാജിക്ക് കണ്ടെത്തുന്നത്. ചിലപ്പോൾ ഡയറക്ടർക്ക് ആ കട്ട് പോയിന്റിന് ശേഷം ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ തോന്നിയാലോ? ഡോണ്ട് മിസ് ദ ചാൻസ്. ബി റെഡി ബിഫോർ ദ ആക്ഷൻ ആൻഡ് സ്റ്റേ ദെയർ ആഫ്റ്റർ ദ കട്ട്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ആക്ടേഴ്സായി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. സേവ് ഇറ്റ് ഫോർ യുവർ നെക്സ്റ്റ് സെറ്റ്.